നവീൻ ബാബു അത് നമുക്ക് ഓരോ ദിവസവും നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം തന്നെ നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകം തന്നെയാണ് എന്ന് തറപ്പിച്ചു പറയുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ CBI അന്വേഷണം ആവശ്യപ്പെടാൻ സാധ്യതകളേറെയുണ്ട് എന്നുള്ളതാണ്. എന്താണ് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സാധ്യതകൾ? ഈ കൊലപാതകമാണ് എന്നിപ്പോൾ കുടുംബം തറപ്പിച്ചു പറയുന്നു. മഞ്ജുഷ ഇതുവരെ അത്തരം ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുടുംബം തന്നെ അത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഏറെ ഗൗരവമുള്ളതല്ലേ? ഉറപ്പായും അങ്ങനെ ഒരു ആരോപണം, അങ്ങനെ ഒരു സംശയം ഇതിന്റെ ഒരു നിഴലെങ്കിലും കുടുംബത്തിനുള്ളിലുണ്ടെങ്കിൽ അത് ദൂരീകരിച്ചു കൊടുക്കുക എന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. കാരണം ഇടതുപക്ഷ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ നവീൻ ബാബുവിന്റെ കുടുംബവും. അതിനേക്കാൾ ഉപരി കേരളത്തിലെ വോട്ടർമാരാണ്, കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. നവീൻ ബാബു കൊല്ലപ്പെട്ടതാണ് എന്ന് പറയുവാനുള്ള സാഹചര്യ കാരണങ്ങൾ ചിലതുണ്ട്. കാര്യം, നവീൻ ബാബുവിന്റെ സർവീസ് ജീവിതം അവസാനിക്കാൻ വെറും 7 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സർവീസ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം നാടായ പത്തനംതിട്ടയിൽ കുറച്ചു കാലമെങ്കിലും ജോലി ചെയ്യുക. ആ ഒരു അവസരം അദ്ദേഹത്തിനെ തേടിയെത്തും. ഈ കണ്ണൂരിൽ നിന്ന് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. പക്ഷേ ആ സമയത്താണ് അദ്ദേഹത്തിന് ഈ പറയപ്പെടുന്ന ഒരു സെൻഡ് ഓഫ് പാർട്ടി ഒരുക്കുമ്പോൾ അവിടേക്ക് മരണത്തിന്റെ ദൂതുമായി എന്നൊക്കെ പറയുന്ന രീതിയിൽ PP ദിവ്യ കടന്നു വരുന്നു. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയാണ്, അവർക്ക് പങ്കെടുക്കാം, ആ പരിപാടിയിൽ പങ്കെടുക്കാം. കളക്ടർ വിളിച്ചിട്ടാണ് താൻ വന്നതെന്ന് PP ദിവ്യ പറയുന്നുണ്ട്. എന്നാൽ PP ദിവ്യയെ വിളിച്ചിട്ടില്ല എന്ന് മറ്റു പലരും പറയുന്നു. ദിവ്യ അവിടേക്ക് എത്തുന്നു. അവിടെ അവരുടെ പ്രസംഗത്തിൽ നവീൻ ബാബുവിനെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. നോക്കൂ, ഒരു മനുഷ്യനെ സന്തോഷത്തോടെ യാത്രയാക്കേണ്ടുന്ന ചടങ്ങ്, അതിനുവേണ്ടി ഒരുക്കിയ ചടങ്ങ്, ആ മനുഷ്യനെ മാനസികമായി തകർക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, ദിവ്യ പറഞ്ഞ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ അത് തെളിയിക്കുവാനുള്ള ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. അത് തെളിയിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അത് തെളിയിക്കുവാനുള്ള ഉത്തരവാദിത്തം ഇടതുപക്ഷ സർക്കാരുണ്ട്, ഇടതുപക്ഷത്തിനുണ്ട്. കാരണം PP ദിവ്യ ഇടതുപക്ഷക്കാരിയാണ്. മരണപ്പെട്ട നവീൻ ബാബുവും അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ ഇടതുപക്ഷക്കാരാണ്. അതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരെല്ലാം കേരളത്തിലെ ആളുകളാണ്. അപ്പോൾ ഇത് തെളിയിക്കുവാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ സർക്കാരിന് തന്നെയാണ്. സർക്കാർ അത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ 7 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്വന്തം നാട്ടിലേക്ക് വരാനൊരു അവസരം ലഭിക്കുകയാണ്. ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം വരാം. ഒരുപക്ഷെ ഈ ദിവ്യയുടെ പ്രസംഗം ഒരുപക്ഷെ ചാനലുകളിൽ വരും എന്ന ഉത്തമ ബോധ്യം നവീൻ ബാബുവിനുണ്ട്. അതിനെ എതിരെ ഫൈറ്റ് ചെയ്യാൻ നവീൻ ബാബുവിന് സാധിക്കും. അദ്ദേഹം നിരപരാധിയാണെന്ന് പറയപ്പെടുമ്പോൾ ഇതെങ്ങനെയല്ല, ഇതാണ് സംഭവം എന്ന് ഉറപ്പായും പുറത്തു പറയുവാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് വീണ്ടും കണ്ണൂർ ജില്ലയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. കണ്ണൂർ ജില്ലയിൽ നിൽക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ പേടിച്ചാൽ മതിയല്ലോ. പത്തനംതിട്ട സ്വന്തം നാട്ടിലേക്ക് വരുന്നു. ഇവിടുത്തെ CPM-ൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇവിടെ അവരെ സംരക്ഷിക്കാൻ അവരുടെ സെയിം പാർട്ടി തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ നവീൻ ബാബുവിന് തിരിച്ച് നാട്ടിലേക്കെത്തി ഈ ആരോപണങ്ങൾക്കെതിരെ തുറന്നു പറയാം, മാധ്യമങ്ങളിലൂടെ തുറന്നു പറയാം, പരാതികൾ നൽകാം. ഒരുപാട് ഓപ്ഷൻസ് ഉള്ളപ്പോൾ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഇത് ആത്മഹത്യയല്ല, മറ്റെന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകും. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത് നാട്ടിലേക്ക് പോകാൻ. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഇതിലൊരു വലിയ ദുരൂഹതയുണ്ട്. നമ്മൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം. എന്നാൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല, കയ്യിൽ കൊടുത്തു എന്ന് പറയുന്ന പ്രശാന്തനും PP ദിവ്യയും അടക്കമുള്ളവർ ഗെയിം കളിക്കുകയാണെങ്കിൽ ആരാണ് ഗെയിമിന് പിന്നിൽ? ഇപ്പൊ PP ദിവ്യക്ക് നവീൻ ബാബു എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയിട്ടോ മരണത്തിലേക്ക് തള്ളിയിട്ടോ ഒന്നും സാധിക്കാനില്ല. അവരുടെ ഈഗോ ഹേർട്ടായതാണ് അവിടെ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്ത ഒരാൾ ആ ജില്ലയിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ആരാണ് എന്ന് കാട്ടിക്കൊടുക്കാനുള്ള അവസരം PP ദിവ്യയോട് വിനിയോഗിച്ചു. അത്രമാത്രമേ ഉള്ളൂ. അല്ലാതൊരു സർക്കാർ ഉദ്യോഗസ്ഥരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനോ കൊന്നുകൊള്ളാനോ ഒന്നും PP ദിവ്യ മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ പ്രശാന്തന്റെ ഉദ്ദേശം എന്താണ്? അതായത് ഈ പറയപ്പെടുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് 2 ഒപ്പുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇനി ഇതൊന്നുമല്ല, ഇങ്ങനെ ഒരു സാഹചര്യം മുതലെടുത്ത്, അതായത് ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു, PP ദിവ്യയെ പോലൊരു നേതാവ് നവീൻ ബാബുവിനെതിരെ തള്ളിപ്പറയുന്നു. ഈ സമയത്ത് അതിനുശേഷമുണ്ടായ മണിക്കൂറുകളിൽ എന്താണ് സംഭവിച്ചത്? ഇതാണ് പുറത്തു വരേണ്ടത്. ഇനി നവീൻ ബാബു തന്നോട് കുറ്റസമ്മതം നടത്തി എന്ന് പറയുന്ന കളക്ടറുടെ മൊഴി, അങ്ങനെ കളക്ടർക്ക് മുന്നിൽ തുറന്നു പറയുന്ന ഒരാളല്ല നവീൻ ബാബു എന്ന ഭാര്യയുടെ മൊഴി. ഇനി നവീൻ ബാബുവും കളക്ടറും തമ്മിൽ അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നില്ല എന്നും കളക്ടർ തങ്ങളുടെ തൊഴിലാളികളോട്, അദ്ദേഹത്തിന്റെ സഹജീവനക്കാരോട് പെരുമാറുന്നത് മറ്റൊരു തരത്തിലായിരുന്നു എന്നും ഭാര്യ പറയുന്നു. ഒരു ദിവസം പോലും ലീവ് കൊടുക്കാതെ കളക്ടറുടെ അധിക ചുമതല കൊടുത്ത് അവിടെ പിടിച്ചു നിർത്തുന്ന കളക്ടർ, മാനസികമായി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന കളക്ടർ, ആ കളക്ടർക്ക് മുന്നിൽ പോയി താൻ കൈക്കൂലി വാങ്ങിയെന്ന് കുറ്റസമ്മതം നവീൻ ബാബു നടത്തില്ല എന്ന് ഭാര്യ ഉറപ്പിച്ചു പറയുന്നു. അല്ലെങ്കിൽ ഇത്രത്തോളം മാനസിക പ്രയാസം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്യുന്ന ഭാര്യയോട് വിളിച്ച്, ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു ആരോപണം എനിക്കെതിരെ ഇവർ ഉന്നയിക്കുന്നു, എനിക്കെതിരെ ഇങ്ങനെ തുറന്നു സംസാരിക്കുന്നു എന്ന് ഏതൊരാളായാലും പറയും. പ്രത്യേകിച്ച് എന്തായാലും ഭാര്യയോട് പറയും. ഒരേ മേഖലയിൽ ജോലി, ഇപ്പൊ എന്റെ ഭാര്യ എന്റെ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളല്ല, എന്നാൽ പോലും എന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകും. മാനസികമായി സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഭാര്യയോട് വിളിച്ചൊരു 5 മിനിറ്റ് കാര്യം പറയുകയാണ്.
അപ്പോൾ ഭാര്യ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ സംഭവിക്കുക. അപ്പോൾ ഇതിനൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നവീൻ ബാബു കടന്നുപോയതെങ്കിൽ ആ സാഹചര്യം എന്തെന്നറിയുവാനുള്ള അവകാശം ആ കുടുംബത്തിനും കേരളത്തിലെ ജനതയ്ക്കുമുണ്ട്. അത് നടപ്പിലാക്കി കൊടുക്കേണ്ടത് ഈ പ്രത്യേക അന്വേഷണ സംഘമാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനുമേൽ ചിലരുടെ കരാളഹസ്തങ്ങൾ നീളുന്നുവെങ്കിൽ ഈ കേസ് കേന്ദ്ര ഏജൻസിക്ക് വിടുക, CBIക്ക് വിടുക. അതിനുള്ള മാനസികമായ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നത് കേരള സർക്കാരിന്റെ ചുമതലയാണ്. ഇത് ആവശ്യപ്പെടാം കുടുംബത്തിന്. നോക്കൂ, ഇത് ഒരു വ്യക്തതയില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നു, ഇവിടെ രണ്ടിരകളുണ്ട്. ഒന്ന് നവീൻ ബാബു, മറ്റൊന്ന് PP ദിവ്യ. ഇവർ രണ്ടും ഇരയാക്കപ്പെട്ടവരാണ്. PP ദിവ്യയുടെ അധികാര സ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ളത് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ സ്ഥാനം മാത്രമേ ബ്രാഞ്ച്. അവരുടെ 10-15 വർഷത്തെ ജീവിതം കൊണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടൊക്കെ എടുത്തുയർത്തിക്കൊണ്ടുവന്നൊരു പൊളിറ്റിക്കൽ കരിയർ നശിച്ചിരിക്കുന്നു. PP ദിവ്യക്ക് ഇതുമായി ബന്ധമില്ലെങ്കിൽ ദിവ്യക്ക് തന്നെ അന്വേഷണം ആവശ്യപ്പെടാലോ. ദിവ്യക്ക് തന്നെ ഇതിൽ എന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ കെട്ടപ്പെട്ടിരിക്കുകയാണെങ്കിലോ, അതാ ഞാൻ പറഞ്ഞേ, ആ സാഹചര്യം അറിയണം. ഇതിങ്ങനെ സന്ദേഹങ്ങളായി സംശയങ്ങൾ. ഇപ്പോൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് കയറി കത്തിയത് കൊണ്ടാണ് മാധ്യമങ്ങൾ ഇത് മറന്നിരിക്കുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, റിസൾട്ട് കഴിയട്ടെ, പാലക്കാടുള്ള യുവതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വരട്ടെ. അതിന്റെ ആവേശവും ആരവവും കെടുമ്പോൾ പുതിയ ഈ പറയപ്പെടുന്ന സാഹചര്യങ്ങളോ വാർത്തകളോ ദുരന്തങ്ങളോ ഉണ്ടായില്ലെങ്കിൽ മാധ്യമങ്ങൾ തിരിച്ചു വരും, ആഘോഷമാക്കും ഇത്. അപ്പൊ മറുപടി പറയേണ്ടി വരും സർക്കാരിന്. ഈ വിഷയം അവിടെ എവിടെയെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉയർത്തി കാട്ടുന്നുണ്ടോ? എവിടെയെങ്കിലും രാഷ്ട്രീയമായി ഇപ്പൊ കോൺഗ്രസും BJPയും വിചാരിക്കുന്നത് എന്താ? അത് CPM തമ്മിലുള്ള പ്രശ്നം അല്ല. ഈ നോക്കൂ, പോലീസ് സേനയിലെ ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരുടെ എണ്ണം കൂടി വരിക. മുകളിലിരിക്കുന്നവർ ഈ കഴിഞ്ഞ ഒരു തുടർഭരണം നൽകിയ അഹങ്കാരത്തിൽ ഈ പറയപ്പെടുന്ന ഇടതുപക്ഷ അനുകൂല സംഘടനയുടെ ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഒക്കെ നേതൃത്വത്തിൽ അവിടുത്തെ ഈ ജീവനക്കാരെ മാനസിക സമ്മർദ്ദത്തിലാക്കും. മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനം സഹിക്കുക വയ്യാതെ, മേലുദ്യോഗസ്ഥരുടെ പ്രഷർ സഹിക്കുക വയ്യാതെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഇതൊരു നവീൻ ബാബുവിന്റെ വിഷയമല്ല. ഇനി ഇപ്പുറത്തൊന്ന് ചിന്തിക്കുമ്പോൾ കാര്യം നടക്കാൻ കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയ്ക്ക് അറുതി വരണം. ആ അവസ്ഥയൊന്നും കെട്ടുപോയിട്ടൊന്നുമില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു, ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യത്തിലധികം പണം സർക്കാർ തരുന്നുണ്ട്, പിന്നെ ഞങ്ങൾ എന്തിനു കൈക്കൂലി വാങ്ങണം? എൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാൻ കൈക്കൂലി വാങ്ങുന്ന 100 ആയിരക്കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥരെ. കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയി കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് തന്നെയായിരുന്നു. ഒരെണ്ണം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ഞാൻ ചെല്ലുമ്പോൾ ഇതിനാണെന്നുള്ളത് അറിയാലോ. അപ്പോൾ എത്രയോ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങുന്നവർ, 100 രൂപയോ 500 രൂപയോ 1000 രൂപയും പടി വാങ്ങുന്നവർ, വെറുതെ ഒരു ഒപ്പിട്ടിട്ട് ഇറങ്ങുമ്പോൾ അവിടെ നിന്നൊരു പ്യൂൺ പറയും സാറിനൊന്നും കൊടുക്കുന്നില്ലേ? ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു അറുതി വരണം. ഇതിന് നവീൻ ബാബുവിന്റെ മരണം ഇതിനൊക്കെ അറുതി വരുത്താനുള്ള കാരണമാക്കി എടുക്കണം. കൃത്യമായി ഇവരെയൊക്കെ യൂണിയന്റെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ പ്രശ്നത്തിൽ നിന്ന് മാറ്റി നിർത്തി സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കണം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, സർക്കാർ ഒരുപാട് വികസന പ്രവർത്തനങ്ങളും, ഈ കേന്ദ്ര സർക്കാരാകട്ടെ കേരള സർക്കാരാകട്ടെ, ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ഒരുപാട് കാര്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഇത് സാധാരണക്കാരിലേക്ക് എത്താത്തതിന്റെ കാരണം എന്താ? ചുവപ്പ് നാടുകളിൽ കുരുങ്ങിക്കിടക്കുന്ന സംവിധാനങ്ങളാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണ്. ആ പറഞ്ഞ വാചകങ്ങളോട് എന്തെങ്കിലും നീതി പുലർത്തുന്നെങ്കിൽ ഈ പറയപ്പെടുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒരു ശക്തമായൊരു അന്വേഷണം പ്രഖ്യാപിക്കണം. അത് BP ദിവ്യക്കും കൂടി വേണ്ടിയാ, നവീൻ ബാബുവിനും കുടുംബത്തിനും വേണ്ടി മാത്രമല്ല. ആരാണ് ഇതിന് പിന്നിൽ അതറിയാനുള്ള ആ അവകാശം, സകല അവകാശങ്ങളും കേരളത്തിലെ ജനതയ്ക്ക്, എല്ലാ അവകാശങ്ങളും ആ കുടുംബത്തിനുണ്ട്. അത് നടപ്പിലാക്കുക തന്നെ വേണം. നമ്മൾ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും എന്തുകൊണ്ടാണ് ഈ PP ദിവ്യയും നവീൻ ബാബുവും സംസാരിക്കുന്നത്? കുടുംബത്തിന് നീതി ലഭിക്കണം. കാര്യം നമുക്ക് എന്താണ് സംഭവം? നമുക്ക് പത്തനംതിട്ടയിൽ കിടക്കുന്ന കുടുംബം, കണ്ണൂരിൽ കിടക്കുന്ന ഭർത്താവ്, അദ്ദേഹം നാട്ടിലേക്ക് വരികയാണ്. ഇനി 7 മാസം ജോലിയും പിന്നീട് പെൻഷൻ കഴിഞ്ഞ് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ആ മക്കൾ, ആ പെൺമക്കൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ മരണവാർത്ത. അച്ഛൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഒരു ദിവസം അറിയുകയാണ്. സന്തോഷത്തോടെ കുടുംബം, അവർ രണ്ടുപേർക്കും കൂടി ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന കുടുംബമാണ്. സന്തോഷത്തോടെ കഴിയുകയായിരിക്കും, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അവിടെ. അച്ഛൻ്റെ വരവും കാത്തിരിക്കുന്ന മക്കൾക്ക് മുന്നിലേക്ക് അച്ഛൻ്റെ മരണവാർത്തയാണ് എത്തുന്നത്. ഇനി കുടുംബം ആരോപിക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. ഈ മരണപ്പെട്ട് കുടുംബം അവിടെ എത്തുന്നതിന് മുമ്പ് എന്തിന് പോസ്റ്റ്മോർട്ടം ചെയ്തു? പ്രധാനപ്പെട്ട പോയിന്റ്, ഞാൻ തുടക്കത്തിൽ പറയണമെന്ന് വിചാരിച്ച് മറന്നുപോയൊരു പോയിന്റാ. കുടുംബത്തിന്റെ സംശയം ഉയർത്തതല്ലേ? എന്തിനാണ് ധൃതി വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികളുമായി മുന്നോട്ട് പോയത്? കുടുംബത്തിന്റെ കൺസേൺ ഇല്ലാതെ എന്തിന് പോസ്റ്റ്മോർട്ടം നടപടികളുമായി മുന്നോട്ട് പോയി? അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരു മരണം ആ കുടുംബത്തെ ഏൽപ്പിച്ച ഒരു ശൂന്യതയുണ്ട്. അതിന് കാരണം പോലും അച്ഛൻ എന്തിനു മരിച്ചു, അതൊരു കാരണമാണ്. എങ്ങനെ മരിച്ചു ഇപ്പോഴും ഒരു വ്യക്തത വരുത്താൻ സംസ്ഥാന സർക്കാരിനോ കേരള പോലീസിനോ സാധിക്കുന്നില്ലെങ്കിൽ സർക്കാർ ഈ പണി ഉപേക്ഷിക്കണം, പോലീസുകാർ ഈ പണി ഉപേക്ഷിക്കണം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുക്കാൻ പത്തനംതിട്ടയിലേക്ക് എത്തിയതുപോലെ ഞങ്ങളുടെ മൊഴിയെടുക്കുന്നില്ല എന്നീ കുടുംബം പറഞ്ഞതിന് ശേഷമാണ്
നവീൻ ബാബുവിൻ്റെ കോൾ ഹിസ്റ്ററിയുമായി പ്രിന്റ് എടുത്ത പേപ്പറുമായി അവിടെ അവർ മൊഴി കൊടുക്കാൻ വന്നു. കളക്ടർ ആ വീട് സന്ദർശിക്കേണ്ട എന്ന ഭാര്യ നിലപാടെടുത്തു. എന്തിന് കളക്ടർ പറഞ്ഞതും കുടുംബം ആരോപിക്കുന്നത് സത്യമാണെങ്കിൽ എന്തിന് കളക്ടർ തനിക്ക് മുന്നിൽ നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന കള്ളമൊഴി കൊടുത്തു? ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണം. അദ്ദേഹം ഇപ്പോഴും കളക്ടറായി തുടരുകയല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അവർ ചെയ്യുന്നില്ല. എന്തെങ്കിലുമൊക്കെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ ഈ കാര്യത്തിൽ വ്യക്തമായൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. അത് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് തന്നെ നടത്തിപ്പിക്കണം. തീർച്ചയായും.